പൗരോഹിത്യത്തിന്റെയും പരിശുദ്ധ കുർബാനയുടെയും സ്ഥാപനവും പരസ്നേഹ കൽപ്പന ലഭിച്ചതിന്റെ ആഘോഷം ഒന്നിക്കുന്ന ഈ പെസഹ ദിനത്തില് ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് ഈശോ കാല് കഴുകിയതുപോലെ ഈ ദിനം ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന പാദക്ഷാളന കർമ്മം. നറുക്കിട്ടും പ്രത്യേക തെരഞ്ഞെടുപ്പ് നടത്തിയും പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ശിഷ്യന്മാരായി സെലക്ട് ചെയ്യാറുണ്ട്. ഞങ്ങളുടെ കണ്ടക്കടവ് പള്ളിയിൽ ഈ വർഷം ഈ ചടങ്ങിന് വികാരിയച്ചനും ലിറ്റർജി ടീമും കാല് കഴുകാൻ തിരഞ്ഞെടുത്തത് ഈ മനുഷ്യരെയാണ്. ഇനി ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ഇവരുടെ ലൈഫിലേക്കൊന്ന് പോവാം. ശരിക്കും നമ്മൾ പറയാറില്ലേ, കാല് കഴുകി വെള്ളം കുടിക്കേണ്ട ചില മനുഷ്യരെന്ന്? അത് ഇവരുടെയാണ്. കഴിഞ്ഞ 10, 15, 20 വർഷങ്ങളായി ദൈവം തന്ന കൂടപ്പുറപ്പുകളെ ശുശ്രൂഷിക്കുന്ന പുണ്യജന്മങ്ങളാണിവര്. വാർദ്ധക്യം ബാധിച്ച മാതാപിതാക്കളെ പോലും നോക്കാൻ പറ്റാത്ത ഈ കാലഘട്ടത്തില് കിടപ്പ് രോഗത്തിലായിപ്പോയവരെ ഒരു പിറുപിറുപ്പുമില്ലാതെ എന്നും കുളിപ്പിച്ചും ഭക്ഷണം കൊടുത്തും അവരെ ശുശ്രൂഷിക്കുന്ന ഇവരെയാ ഈ ദിനത്തിന്റെ ആപ്റ്റ് പേഴ്സൺസ് ആയിട്ട് തോന്നിയത്. അതുകൊണ്ട് ഇന്നത്തെ ഈ കർമ്മത്തിൽ അച്ഛൻ കാല് കഴുകുന്നതും ചുംബിക്കുന്നതും കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞുള്ളിൽ ഒരു സംതൃപ്തി തോന്നി. ശരിക്കും ഈശോ ആഗ്രഹിക്കുന്ന കാല് കഴുകൽ ഇത് തന്നെയായിരിക്കും.